കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആ പ്രസിദ്ധമായ പ്രാർത്ഥനയിൽ നിന്ന് ഓരോരോ വാക്കുകൾ അടർത്തിയെടുത്ത് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വിഷയം ഭൗതിക വിഷയത്തിലുള്ള ദൈവിക സഹായം. ദൈവം ആത്മാവാണെന്നും സ്വർഗത്തിലെ വിഷയങ്ങളാണ് കൂടുതലായി ദൈവം പറയുന്നതെന്നും നമുക്കറിയാം. എന്നാൽ മനുഷ്യൻ ഭൗതികനാണ്. മനുഷ്യൻ്റെ ഭൗതിക വിഷയത്തിൽ ഇടപെടാത്ത ഒരു ദൈവത്തെ മനുഷ്യൻ എന്തിനാ? ഉദാഹരണത്തിന്, രോഗിയായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടത് സ്വർഗമല്ല, സൗഖ്യമാണ്. വിശന്നിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടത് മോക്ഷമല്ല, അപ്പമാണ്. കടഭാരത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടത് ബൈബിളല്ല, പണമാണ്. അപ്പോൾ മനുഷ്യനെപ്പോഴും ഭൗതികനാണ്. അതുകൊണ്ട് ഭൗതിക വിഷയം യേശു അവഗണിക്കുന്നില്ല എന്ന ഒരു വെളിച്ചത്തിലേക്ക് നമ്മൾ ഇന്ന് വരികയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 3 അപേക്ഷകൾ കഴിഞ്ഞു. ഈ 3 ദൈവത്തോട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ 4ാമത്തെ വിഷയത്തിലേക്ക് കയറുന്നു. ഞങ്ങൾക്ക്, അതായത് ഞങ്ങൾക്ക് നമ്മുടെ വിഷയം ആരംഭിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്നും ദൈവത്തിൻ്റെ രാജ്യം വരണമെന്നും ദൈവം തമ്പുരാൻ്റെ ഇഷ്ടം നടക്കണമെന്നും നമ്മൾ പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ കാര്യമല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടി ഭാരപ്പെട്ടിരിക്കുന്ന ഒരാളോട് ദൈവരാജ്യം വരണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞിൻ്റെ കല്യാണമാണ്. ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ വേണ്ടത് സ്വർഗ്ഗമല്ല, അഡ്മിഷനാണ്. അപ്പോൾ യേശു തമ്പുരാൻ ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഭൗതിക വിഷയവും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ അറിയിക്കട്ടെ. ഈ ഭൗതിക വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഇന്നിപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വിഷയം എന്തൊക്കെയാ? ഫീസ് കൊടുക്കേണ്ട വിഷയം അല്ലേ? യൂണിഫോം വാങ്ങേണ്ട വിഷയം അല്ലേ? വീട് ചോരുന്ന വിഷയം അല്ലേ? വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം അല്ലേ? കടഭാരത്തിൻ്റെ പ്രശ്നം അല്ലേ? ഭർത്താവിൻ്റെ മദ്യപാനം അതല്ലേ വേറൊരു പ്രശ്നം? പിന്നെന്താണ്? തലവേദന, വയറുവേദന, നെഞ്ചുവേദന, ഇതൊക്കെയല്ലേ പ്രശ്നം? എന്താ പ്രശ്നം? മനുഷ്യൻ ധാരാളം പ്രശ്നങ്ങളുള്ളവനാണ്. പക്ഷെ ഈ പ്രയറിനകത്ത് ഒറ്റ സാധനം ഞാൻ കണ്ടുള്ളൂ ഭൗതികമായിട്ട്. അതിതാണ്: ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. സന്തോഷകരമായൊരു വാർത്ത പറയട്ടെ. മനുഷ്യൻ്റെ ഭൗതിക വിഷയം യേശു അവഗണിച്ചിട്ടില്ല. പക്ഷേ അതിന് അമിത പ്രാധാന്യം കൊടുത്തിട്ടില്ല. 6 വിഷയങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് യേശു പഠിപ്പിച്ചു. 3 കാര്യം സ്വർഗത്തിലെ വിഷയമാണ്. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. പിന്നത്തെ 3 കാര്യം ഞങ്ങളുടെ ആഹാരം, ഞങ്ങളുടെ ക്ഷമ, ഞങ്ങളുടെ പരീക്ഷ. അതടുത്ത ദിവസങ്ങളിൽ വിവരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വിവരിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ആകെ ഒരെണ്ണം ഭൗതികമുള്ളൂ, അതായത് 6-1. അപ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ 6-1 സമയം മാത്രമേ ഭൗതിക വിഷയത്തിന് എടുക്കാവൂ എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഒന്നുകൂടെ പറയാം. നിങ്ങൾ 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി അതിൻ്റെ 6-1 സമയം എടുത്താൽ മതിയെന്ന്. അതെന്താ? ബാക്കി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഭൗതിക കാര്യം പുറകെ വരുമെന്ന്. അത് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. ആദ്യമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. ഇതാണ് ബൈബിളിൻ്റെ തത്വം, ബൈബിളിൻ്റെ രീതി പ്രയോഗം. മുന്നോട്ട് പോകാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ.
ഇതിനകത്ത് ആവശ്യമുള്ളത് എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് എന്ന വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് പദങ്ങൾക്കകത്ത് ചില രഹസ്യങ്ങൾ യേശു മറച്ചിട്ടുണ്ട്. ആവശ്യവും അത്യാവശ്യവും, അനാവശ്യവും അത്യാഗ്രഹവും, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം, അല്ലേ? നമുക്കറിയാം. മനുഷ്യരധികവും ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആവശ്യത്തിനല്ല, അത്യാഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരുത്തൻ്റെ വീട് കയറി മോഷ്ടിക്കുന്നതും ഒരുത്തനെ ഉപദ്രവിക്കുന്നതും തല്ലുന്നതും കൊല്ലുന്നതും ഈ കാണുന്ന നിലവിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരാവശ്യത്തിൽ നിന്നുണ്ടായതല്ല. 95% അത്യാഗ്രഹത്തിൽ നിന്നുണ്ടായതാണ്. നിന്റെ അത്യാഗ്രഹം മുഴുവൻ ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് ബൈബിൾ പറയുന്നില്ല, യേശു പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തുള്ള മുഴുവൻ ഭൂമി നിനക്ക് മേടിച്ചു തരാമെന്നൊന്നും വേദപുസ്തകം പറയുന്നില്ല കേട്ടോ. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞു. എങ്ങനെ? എൻ്റെ കർത്താവേ, ഈ പരിസരത്തുള്ള മുഴുവൻ റബ്ബർ തോട്ടവും എനിക്ക് തരണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ വകുപ്പില്ല. പിന്നെന്താ വകുപ്പുള്ളത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന്. അപ്പോൾ രണ്ട് പദങ്ങൾ, ഒന്ന് ആവശ്യമുള്ളത്, രണ്ട് ഇന്നത്തേക്ക്. അതായത് ഇന്നലത്തെ കാര്യമോ നാളത്തെ കാര്യമോ പ്രാർത്ഥനയിൽ പറയാൻ ദൈവം തമ്പുരാൻ അനുവദിക്കുന്നില്ല. ഒരു നിമിഷം ശ്രദ്ധിക്കൂ. നമ്മൾ മിക്കവാറും ജീവിക്കുന്നത് ഇന്നലകളിലോ നാളെയോ ആണ്. ഇന്നിൽ ജീവിക്കണമെന്നും കൂടി ഇതിനകത്ത് അർത്ഥമുണ്ട്. വിവരിക്കാം. ഇന്ന് 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 ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. പാസ്റ്റ് കഴിഞ്ഞു പോയത്, ഫ്യൂച്ചർ വരാനുള്ളത്, പ്രസന്റ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രസന്റ് എന്നുള്ളതിന് ശരിയായ അർത്ഥം എന്താ? സമ്മാനം എന്നാണ്. വാസ്തവത്തിൽ ഇന്ന് എന്നത് ദൈവം നിനക്ക് തന്നൊരു പ്രസന്റാണ്, ദൈവം നിനക്ക് തന്ന സമ്മാനമാണ്. ഇന്നലത്തേത് പോയി കേട്ടോ, പോയി. അതിനെക്കുറിച്ച് ഇനി പശ്ചാത്തപിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അവൻ ആ കാശ് കൊടുക്കണ്ടായിരുന്നു, ആ പെട്ടി മേടിക്കണ്ടായിരുന്നു, ആ ഉടുപ്പ് മേടിക്കണ്ടായിരുന്നു, ആ ചുരിദാർ മേടിച്ചത് മണ്ടത്തരായിപ്പോയി. ഇതൊക്കെ ഇന്നലത്തെ കാര്യമാണ്. നാളെയോ? നാളെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അത് നടക്കാൻ പോണില്ല, ഇത് കഴിഞ്ഞും പോയി. പിന്നെ എന്താ ഉള്ളത്? ഇന്ന് എന്ന് പറയുന്നൊരു സംഭവമാണ് നിനക്കുള്ളത്. നാളെ നീ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? നാളെ നീ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുമെന്ന് ഉറപ്പുണ്ടോ? നാളെ സുനാമി വരുമെന്നറിയാവോ? നാളെ വെള്ളപ്പൊക്കമാണോ എന്ന് പറയാൻ പറ്റുമോ? നാളെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അപ്പം നാളത്തെക്കുറിച്ചുള്ള യാതൊരു ചിന്തകൾക്കും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. ഇന്നലത്തേത് ചിന്തിച്ചിട്ട് കാര്യവുമില്ല. ഇന്ന് അതാ പ്രയറിനകത്ത് വെച്ചിരിക്കുന്ന കണ്ടോ, യേശുവാ പഠിപ്പിച്ചത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചോണം. വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഒരു ചെറിയ തെറ്റുപോലും അതിനകത്ത് വരത്തില്ല. യേശു തമ്പുരാൻ 2000 കൊല്ലം പഠിപ്പിച്ചതും ഇത്രയും വർഷമായിട്ട് കോടിക്കണക്കിന് മനുഷ്യർ കാണാപ്പാടം പഠിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതുമായ മനോഹരമായ ഈ പ്രാർത്ഥന നാം ഗ്രഹിക്കണം. എന്താണ് വിഷയം? ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അതിൻ്റെ വിശദീകരണം, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നാൽ മതി. ഞങ്ങൾക്ക് പൂഴ്ത്തി വെക്കാൻ വേണ്ട, ഞങ്ങൾക്ക് പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ട, ഞങ്ങൾക്ക് അടുത്ത 100 തലമുറയ്ക്കുള്ളത് വേണ്ട. ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. 2, ഇന്ന്. ഇന്നത്തേത് മതി, നാളത്തെ വേണ്ട. എത്ര ഭയങ്കര അർത്ഥം അതിനകത്തുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നതും പ്രശ്നങ്ങളുണ്ടാക്കുന്നതും എല്ലാം നാളെ ഓർത്തല്ലേ? നന്നായി ശ്രദ്ധിക്കൂ. യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയ്ക്കകത്ത് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഗ്രഹിച്ചിട്ട് ഇതൊന്ന് ചൊല്ലണം. ഇതൊന്ന് ഗ്രഹിച്ചാൽ പിന്നെയുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? ഈ പ്രാർത്ഥന നമ്മൾ നിർത്തിയിട്ട് നമ്മൾ കരയാൻ തുടങ്ങും. എൻ്റെ ദൈവമേ, ഞാൻ ഈ കാട്ടിക്കൂട്ടതെല്ലാം തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമേ, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണേന്ന് നമ്മൾ പറയണം. അതിനാണ് ഇത് പഠിക്കുന്നത്.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. യേശുവിൻ്റെ സ്വഭാവം ഞാൻ പഠിച്ചപ്പോൾ യേശു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. ഈ പ്രയറിനെ കുറിച്ചുള്ള ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. അതായത് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. വാക്യം 8, മത്തായി സുവിശേഷം 6:8. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ആ സ്വർഗത്തിലെ അപ്പൻ അറിയുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട എന്നല്ല അർത്ഥം. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: നിങ്ങളുടെ ആവശ്യങ്ങളെ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പം 3 വാക്യങ്ങൾ ഇപ്പോൾ ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിലേത്, മറ്റൊന്ന് മത്തായി സുവിശേഷത്തിലേത്. മത്തായി സുവിശേഷം 6:8, 6:11. 6:8 പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിലെ അപ്പച്ചൻ അറിയുന്നു. പ്രാർത്ഥിക്കാൻ നേരത്തെ യേശു പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണമെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് കിട്ടുന്ന ആശയം എന്താണ്? നമ്മുടെ ആവശ്യങ്ങളെ നമ്മളെക്കാൾ നന്നായിട്ട് നമ്മുടെ കർത്താവ് അറിയുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതൊക്കെ നാളേക്കല്ല ഇപ്പോൾ പറയുന്നത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുക. എൻ്റെ ആവശ്യം എൻ്റെ കർത്താവ് അറിയുന്നു. എൻ്റെ കൊച്ചിൻ്റെ ആവശ്യം അറിയുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അറിയുന്നു. എൻ്റെ രോഗം അറിയുന്നു. എൻ്റെ ഭാര്യയുടെ വിഷയം അറിയുന്നു. ഇങ്ങനെ നമ്മൾ വിശ്വസിക്കണം. എൻ്റെ കർത്താവ് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ മറ്റൊരു വാക്യം പറയാം: നിങ്ങളുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ നന്നായി അറിയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. യേശു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അറിയുന്നു. മാത്രമല്ല, അവൻ ആ ആവശ്യങ്ങളെ ആദ്യമേ പരിഹരിക്കുന്നു. അതിലവൻ ഇടപെടുന്നു. അതിന് ശേഷമാണ് അവൻ അടുത്ത വിഷയത്തിൽ കിടക്കുന്നത്. ഒരിക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ വഴിയിലിരുന്നു. അവൻ യാചകനാണ്. അവൻ എല്ലാവരോടും എന്തെങ്കിലും തരണേന്ന് പറയും. 5 രൂപ 10 രൂപ ആളുകൾ കൊടുത്തുകോ. അതുകൊണ്ട് അവൻ ജീവിച്ചു. എന്നാൽ യേശു അതുവഴി വന്നപ്പോൾ അവൻ ഇതുപോലെ കരഞ്ഞു. അപ്പൊ യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പൊ അവൻ പറഞ്ഞു, ദാവീദ് പുത്ര, എനിക്ക് കാഴ്ച ലഭിക്കണം. ഓ, അതാണ് നിന്റെ ആവശ്യം അല്ലേ? യേശു അവന്റെ കണ്ണിന്മേൽ കൈവച്ചു. അവന്റെ കണ്ണു തുറന്നു. അവൻ കാഴ്ച പ്രാപിച്ചു. പക്ഷെ അവനോട് യേശു സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞില്ല, ബൈബിളിന്റെ കാര്യം പറഞ്ഞില്ല. എന്താണെന്നറിയാമോ? അപ്പോൾ അവനത് ഗ്രഹിക്കാനുള്ള കഴിവില്ല, ആരോഗ്യമില്ല. അവൻ അന്ധനും ആവശ്യഭാരത്താൽ തളർന്നവനുമായതുകൊണ്ട് അവനോട് ആധ്യാത്മിക കാര്യം പറഞ്ഞ് അവനെ കുഴയ്ക്കാതെ മനസ്സലിവുള്ള കർത്താവ് അവന് സൗഖ്യം കൊടുത്തു. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോണത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ആവശ്യം അത് ഇന്ന് തരും അവൻ. പ്രാർത്ഥനയാൽ ദിനംതോറുമുള്ള ആവശ്യങ്ങളെ നാം പ്രാപിക്കണമെന്നല്ലേ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അതിനകത്തെ ആശയം എന്താണെന്നറിയാമോ? നീ ഒരു 10 കൊല്ലത്തേക്കുള്ള പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിച്ച് തീർക്കാമെന്ന് വിചാരിക്കണ്ട. ചിലരുണ്ട്, ചില ആഴ്ചകൾ മാറിയിരുന്നങ്ങ് പ്രാർത്ഥിക്കും. നല്ലതാ, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നാളത്തെ ആവശ്യത്തിന് നാളെ പ്രാർത്ഥിക്കണം, അടുത്ത ദിവസത്തെ ആവശ്യത്തിന് അന്ന് പ്രാർത്ഥിക്കണം. എന്താ ഇതിനകത്ത് യേശു ഉദ്ദേശിച്ചേ? ആശ്രയബോധം വളർത്തുക. 50 കൊല്ലത്തേക്കുള്ളത് ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിച്ച് നിർത്താമെന്ന് വിചാരിക്കണ്ട.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. അതായത് ഇന്ന് ജീവിക്കണമെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചോണം, നാളെ ജീവിക്കണേ നാളെ പ്രാർത്ഥിച്ചോണം. ഇത് മൊത്തക്കച്ചവടത്തിൽ പ്രാർത്ഥന നടക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നീ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചോണം. എല്ലാ ദിവസവും അവൻ്റെ മുഖത്തേക്ക് നോക്കണം, എല്ലാ ദിവസവും അവൻ്റെ വചനം വായിക്കണം, എല്ലാ ദിവസവും അവൻ്റെ കയ്യിൽ പിടിക്കണം, എല്ലാ ദിവസവും അവനിൽ ആശ്രയിക്കണം. ഒരമ്മ ഒരു കുഞ്ഞ് ഒരു അമ്മയിൽ ആശ്രയിക്കുന്നത് പോലെ, ഒരു കുഞ്ഞമ്മയിൽ നിന്ന് ജീവിക്കുന്നത് പോലെ എല്ലാ ദിവസവും നീ കർത്താവിനോട് പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയും അവനെ വിശ്വസിച്ചും അവനെ വിളിച്ചും അവനോട് നിലവിളിച്ചും ആശ്രയിച്ചും ജീവിച്ചു പഠിക്കണമെന്ന് യേശു തമ്പുരാൻ ഈ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കർത്താവ് 3 ദിവസക്കാലം ഒരു സ്ഥലത്ത് യോഗങ്ങൾ നടത്തി വചനം പഠിപ്പിച്ചു. പക്ഷെ യോഗം കഴിഞ്ഞ് പോകാൻ നേരത്ത്, യോഗം തീരുന്ന സമയമായപ്പോൾ യേശു അടുത്തിരിക്കുന്ന ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പൊ ശിഷ്യന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇത് മരുഭൂമിയാണ്, ഇവിടെ അടുത്ത് കടകളില്ല, നേരത്തെ പറഞ്ഞിരുന്നില്ല, ആരുടെ കയ്യിലും ഒന്നുമില്ല, അതുകൊണ്ട് ആ കേസ് എടുക്കണ്ട, പ്രാർത്ഥിച്ചു വിട്ടാൽ മതി, അവരവരവരുടെ വീട്ടിൽ പൊക്കോളും. ഇത് മാനുഷിക ചിന്ത, ഞാനായാലും അത്രേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ യേശു പറഞ്ഞ എന്താണെന്നറിയോ? അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. കാരണം അവർ 3 ദിവസമായി ഇവിടെ ഇരുന്ന് വചനം കേൾക്കുക. അപ്പൊ ഭൗതിക ശരീരത്തിന്റെ വിഷയം യേശു അവഗണിക്കുന്നില്ല. ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ വചനവും കേട്ടിട്ടുണ്ട്, ഇനി പൊക്കോ, പട്ടിണിക്ക് പൊക്കോ എന്ന് യേശു പറഞ്ഞില്ല. യേശു പറയുക ഭക്ഷണം കൊടുത്തിട്ട് വിടണം. അപ്പൊ ശരീരം തളരരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ യേശുവിന് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ മനസ്സ് ക്ഷീണിക്കുന്നതിൽ അവന് ശ്രദ്ധയുണ്ട്. നിന്റെ വയറ് വിശക്കുന്നതിൽ യേശുവിന് ശ്രദ്ധയുണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകണമെന്നും, നിന്റെ കുടുംബം നന്നാകണമെന്നും, നിന്റെ വീട് നന്നാകണമെന്നും, നിനക്ക് ഐശ്വര്യം ഉണ്ടാകണമെന്നും, നിനക്ക് ആരോഗ്യമുണ്ടാകണമെന്നും, നിനക്ക് സമ്പത്തുണ്ടാകണമെന്നും, നിനക്ക് പുരോഗമനം ഉണ്ടാകണമെന്നും, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നും, നീ അനുഗ്രഹിക്കപ്പെടണമെന്നും, നിന്റെ വീട്ടിൽ നിന്ന് ശാപം മാറിപ്പോകണമെന്നും, രോഗവും രോഗബന്ധനങ്ങളും നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറിപ്പോകണമെന്നും കർത്താവായ യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് എപ്പോൾ? ഇപ്പോൾ. എവിടെ? ഇവിടെ. 2000 കൊല്ലം മുമ്പത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ന് യേശുവിന്റെ വചനം കേൾക്കുന്ന നീ രോഗശാന്തി പ്രാപിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ആരോഗ്യവും ആഹാരവും വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുവീൻ എന്ന് യേശു പറഞ്ഞെന്തിനാണെന്നറിയോ? നീ അത് ചോദിക്ക്, ഞാൻ തരാം. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അതതിന്റെ, മൃഗത്തിന് വേണ്ടത് മൃഗത്തിനും, കാക്കയ്ക്ക് വേണ്ടത് കാക്കയ്ക്കും, കാക്ക കുഞ്ഞിന് വേണ്ടത് കാക്ക കുഞ്ഞിനും, പൂച്ചക്കുഞ്ഞിന് വേണ്ടത് പൂച്ചക്കുഞ്ഞിനും, മത്സ്യത്തിന് വേണ്ടത് മത്സ്യത്തിനും കൊടുക്കുന്ന മഹാരാജാവ് മനുഷ്യനോട് പറയുന്നു, നീ എന്നോട് പ്രാർത്ഥിക്ക്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. ഈ യേശു 3 ദിവസം യോഗം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് അവരെ പട്ടിണിക്ക് വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് വളരെ സന്തോഷത്തോടുകൂടെ പറയാനുള്ളത്, നമ്മളെ പട്ടിണിക്ക് വിടാൻ ഇഷ്ടമില്ലാത്ത യേശു നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പുരോഗമനം വരുത്താൻ അവൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ സന്ദേശം ഭൗതികത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറഞ്ഞു. എന്നാൽ ഈ സന്ദേശത്തിൽ നിങ്ങളുടെ ഭൗതിക വിഷയത്തിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാണ്. 3 ദിവസം യേശുവിനോടുകൂടെ വചനം കേട്ട ആളുകൾക്ക് യേശു ഭക്ഷണം കൊടുക്കാൻ നിർബന്ധിച്ചു. ആ മീറ്റിങ്ങിന് കോർഡിനേറ്റേഴ്സ് പറഞ്ഞു വേണ്ടെന്ന്, കാരണം ഫണ്ടില്ല. യേശു പറഞ്ഞു ഫണ്ട് വേണ്ട, ഭക്ഷണം കൊടുക്കണം. നിങ്ങളതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുക, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കാം. യേശു അവർക്ക് ചാൻസ് കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു അവർക്ക് ചാൻസ് കൊടുത്തു, ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. ലീഡേഴ്സിന്റെ പക്കൽ ഏതെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഒരു പുള്ളി നോക്കിച്ച് പറഞ്ഞു, ഒരു 20,000 രൂപയുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊരു ഫുഡ് കൊടുക്കാം. അത്ര ജനമാണ്, 10-15,000 ആളുണ്ട്.
യേശു പറഞ്ഞു, പൈസയുടെ കണക്കെടുക്കാനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോഴേക്കും മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇവിടെ ഒരു കൊച്ചൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ഞാൻ ആ പൊതി അഴിച്ച് എണ്ണി നോക്കിയപ്പോൾ അതിനകത്ത് 5 അപ്പമുണ്ട്, 5 ചെറിയ ബണ്ണ്. പിന്നെ അവർ മീനും റൊട്ടും കൂടെ കഴിക്കുന്നവരാ, 2 കഷ്ണം മീനും വറുത്തുണ്ട്. യേശു പറഞ്ഞത് മതി, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയാനാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതിങ്ങ് കൊണ്ടുവരൂ. ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പോവുക. ആ അപ്പം ഇങ്ങനെ യേശു മേടിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം, ദൈവത്തെ സ്തുതിച്ചു, പിതാവിനെ മഹത്വപ്പെടുത്തിയിട്ട് അതങ്ങ് നുറുക്കി. എനിക്ക് വിവരിക്കാൻ അറിയില്ല. ആ 5 അപ്പത്തെ യേശു നുറുക്കിയപ്പോൾ അത് വലുതായി 5000 സ്ത്രീകളും 10,000 പുരുഷന്മാരും കഴിച്ചിട്ട് ബാക്കി വന്നു. വിശ്വസിക്കാൻ പറ്റുമോ? യേശുവിന്റെ അത്ഭുതങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് യേശുവിനെ വിശ്വാസമില്ലെന്നങ്ങ് പറഞ്ഞു ഒഴിഞ്ഞോളൂ, വിരോധമില്ല. യേശുവിനെ നിങ്ങൾ മറ്റുമുള്ള ആളുകളോട് താരതമ്യം ചെയ്യരുത്. അവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, വസ്തുക്കളുടെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, കടലിന്റെ മേലും കാറ്റിന്റെ മേലും അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മനുഷ്യന്റെ മേൽ അധികാരമുള്ളവൻ. അവൻ ഒരു കഷ്ണം അപ്പം എടുത്തിട്ട് സ്തോത്രം ചെയ്തപ്പോൾ അത് 50,000 കഷ്ണമായിട്ട് മാറി. വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ ശ്രദ്ധിക്കൂ, നിന്റെ ഭൗതിക വിഷയത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ യേശു ഇന്നും മതിയായവനാണ്. നിന്റെ കടഭാരത്തിന്റെ വിഷയത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ യേശു ഇന്ന് ശക്തനാണ്. ഞാൻ ബാലരമയിലെ കഥ പറയുകയല്ല, ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ അത് അനുഭവിക്കുന്നു. ശരി, അത്ഭുതം എങ്ങനെയാ പാസ്റ്ററെ നടന്നത്? പറയാം. കൊച്ചു കുഞ്ഞിന് കഴിക്കാൻ വേണ്ടി അമ്മ കൊടുത്ത ആ 5 അപ്പത്തിന്റെ കൊച്ചു പൊതി യേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തു. അതെന്തിനെ കാണിക്കുന്നു? വിശ്വാസം, സമർപ്പണം. ഉള്ളത് യേശുവിന് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നിനക്ക് ദൈവം തന്നിട്ടുള്ള ആ തിന്നാറായ സാധനം, ആ പണം, ആ കയ്യിലുള്ള മുതല് യേശുവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു നോക്ക്. അവൻ അതിനെ 1000 മടങ്ങ് വലുതാക്കും. മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു ഇന്നും ജീവിക്കുന്നു. ഇപ്പോൾ അവൻ ജീവിക്കുന്നു. ഇന്ന് വരെ നീ കണ്ടിട്ടുള്ളതിനേക്കാളും വലിയൊരു അത്ഭുതം പ്രതീക്ഷിക്കുക.